ഇടതുമുന്നണിയുടെ ജാഥയ്ക്കായി സ്വകാര്യ ബസ് സ്റ്റാൻഡ് കയ്യേറി കൂറ്റൻ പന്തൽ കെട്ടിയിരിക്കുകയാണ് LDF. വിനോയ് വിശ്വം നയിക്കുന്ന ജാഥയ്ക്ക് വേണ്ടിയാണ് പന്തലും സ്റ്റേജും നിർമ്മിച്ചത്. വലിയ ഗതാഗത കുരുക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നേ ആലപ്പുഴ CPM-ൽ വീണ്ടും വിഭാഗീയത. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുന്നേ H. സലാമിനായി അമ്പലപ്പുഴ പുന്നപ്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഓഫീസ് തുറന്നു. സലാമിനെ ഇക്കുറി സ്ഥാനാർത്ഥിയാക്കില്ലെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് നീക്കം. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു. സുധീഷ്, ഒരു മുഴം മുന്നേറിയുന്നോ H. സലാം? കൃഷ്ണരാജ്, അങ്ങനെ തന്നെ വേണം കാണാൻ. കാരണം നിലവിലുള്ള ആലപ്പുഴയിൽ നിന്നുള്ള സിറ്റിംഗ് MLA-മാരിൽ വിജയസാധ്യത കുറവുള്ളവരുടെ പട്ടികയിലാണ് H. സലാമും ഉള്ളത്. അത് സംസ്ഥാന നേതൃത്വം തന്നെ നേരത്തെ വിലയിരുത്തിയതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തുകൊണ്ടുള്ള ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റിയിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ വലിയ രീതിയിൽ ജില്ലയിൽ നിന്നുള്ള ഏക മുസ്ലിം MLA എന്ന തരത്തിലും മറ്റും പാർട്ടിക്കുള്ളിൽ വലിയ സമ്മർദ്ദങ്ങൾ H. സലാമിന് വേണ്ടി ഉയർത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ H. സലാമിൻ്റെ ചിത്രം പതിച്ചുകൊണ്ടുള്ള ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ്, അത്തരത്തിലുള്ള ഒരു ഇലക്ഷൻ കമ്മിറ്റിയോ ആ കമ്മിറ്റിയുടെ പ്രവർത്തനമോ ഒന്നും ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പുന്നപ്ര കിഴക്ക് മാക്കയിൽ ജംഗ്ഷന് സമീപത്താണ് ഒരു കെട്ടിടത്തിൽ ഇത്തരത്തിൽ ഓഫീസ് എന്ന രീതിയിൽ H. സലാമിൻ്റെ ചിത്രത്തോടു കൂടിയ ഫ്ലെക്സ് സ്ഥാപിച്ചുകൊണ്ട് ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇത് ആസൂത്രിത നീക്കം എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ജില്ലയിലെ ഒരിടത്തും CPM-ന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്ത ഒരു ഘട്ടത്തിൽ അതിനു മുന്നേ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനവുമായി ഇറങ്ങുന്നത് അത് പാർട്ടി ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന വാദമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. എന്തുതന്നെയായാലും വലിയ രീതിയിലുള്ള വിഭാഗീയത ആലപ്പുഴ ജില്ലയിൽ നിലനിൽക്കുന്നു. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അമ്പലപ്പുഴയിൽ SDPI-യും വെൽഫെയർ പാർട്ടിയും ഉണ്ടാക്കിയ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു മേൽക്കൈ, ഒരു നേട്ടം. അതിൻ്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനം പല നേതാക്കളും നേരിട്ടിരുന്നു. ഒരു ബ്രാഞ്ച് കമ്മിറ്റി അപ്പാട് തന്നെ പാർട്ടി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ചില CPM നേതാക്കളാണ് എന്ന ആക്ഷേപവും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം നീക്കങ്ങളുമായി സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളുമായി ഇറങ്ങുന്നത്. ഇത് ഗുണത്തേക്കാൾ ഇനിയും ദോഷം ചെയ്യുമോ എന്ന ഒരു സംശയം കൂടി നിലനിൽക്കുന്നുമുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ G. സുധാകരൻ വീണ്ടും മത്സരിക്കണം. അത് ജില്ലയിൽ തന്നെ പാർട്ടിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്, ഒരു തിരിച്ചുവരവിന് ആവശ്യമാണ്, അനിവാര്യമാണ് എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ചർച്ചയും നടക്കുന്നു. ഇതെല്ലാം തന്നെ ആലപ്പുഴ ജില്ലയിൽ നിലനിൽക്കുന്ന CPM-ലെ വിഭാഗീയതയുടെ ഭാഗമായി തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. എന്തു തന്നെയായാലും പാർട്ടിക്കുള്ളിൽ ഇത് പുതിയ ഒരു വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കൃഷ്ണരാജ്. ശരി, H. സലാം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി അയക്കില്ല എന്ന വാർത്തകൾ സജീവമായിരുന്നു. അതിനിടെയാണ് അവിടെ അമ്പലപ്പുഴയിൽ ഒരിടത്ത് പ്രചാരണ ഓഫീസ് തുറന്നിരിക്കുന്നത്. ഒരു മുഴം മുന്നോട്ട് പോവുകയാണ് H. സലാം. ബാക്കി വിഭാഗീയതയുടെ ഭാഗമായി എന്ത് സംഭവിക്കുമെന്ന് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.